أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1669 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 39 ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 39 ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനെയും കൂടെയുള്ള സത്യവിശ്വാസികളെയും ധൈര്യപ്പെടുത്തുകയും അവർക്ക് ഏറെ ആശ്വാസകരമായ ചില കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മനുഷ്യ സമൂഹത്തെ പൊതുവായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ ഏറ്റവും ഏറെ പ്രയോജനകരമായിട്ട് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ചില അടയാളങ്ങൾ, ചില പ്രതിഭാസങ്ങൾ, ചില ദൈവിക ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുകയാണ് സൂറത്ത് ഫുസ്സിലത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹുവിന്റെ ആയാത്തുകളായിട്ട് പരാമർശിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ആയാത്തുകളെയല്ല, അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. സൂര്യനും ചന്ദ്രനും രാവും പകലും അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. അത് അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് ഏറെ സഹായകമാവുന്ന ആയാത്തുകൾ. ഏതായത്തും അതാണ്. അത് വിശുദ്ധ ഖുർആനിലുള്ള ആയത്തായാലും പ്രപഞ്ച സംവിധാനത്തിൽ അടങ്ങിയിട്ടുള്ള അസംഖ്യം ആയാത്തുകളായാലും അള്ളാഹു എന്ന നമുക്ക് ഈ ഭൗതിക ലോകത്ത് വെച്ച് കാണാൻ കഴിയുകയില്ലാത്ത പ്രപഞ്ച സ്രഷ്ടാവിനെ ബോധ്യപ്പെടാനുള്ള അടയാളങ്ങളാണ് ഏത് ആയത്തുകളും. അതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള നമ്മൾ കൂടുതൽ പരിശോധിക്കുകയും പഠന ഗവേഷണങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് വ്യാപ്തി വികസിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതിഭാസങ്ങളായിരിക്കും ദൈവിക ദൃഷ്ടാന്തങ്ങളായ ആയാത്തുകളൊക്കെയും തന്നെ. പക്ഷെ ഈ ആയാത്തുകളുടെ മഹത്വവും ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴും മനുഷ്യൻ ഈ ആയാത്തുകൾ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നില്ല. പലപ്പോഴും അവര് ആ ആയാത്തുകളെ തന്നെ ദിവ്യത്വമുള്ളവയായി കണ്ടുകൊണ്ട് അവയെ ആരാധിക്കുന്ന ഒരു മൂഢതയിലേക്കാണ് പലപ്പോഴും പോവാറുള്ളത്. സൂര്യനെ ആരാധിക്കുന്നവരും ചന്ദ്രനെ ആരാധിക്കുന്നവരും ഒക്കെ ലോകത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും കാണും. എന്നാൽ അവയെ അല്ല, സൂര്യനെ അല്ല, ചന്ദ്രനെ അല്ല സുജൂദ് ചെയ്യേണ്ടത്,
അള്ളാഹുവിനാണ്, അവയെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് അവിടെ വ്യക്തമാക്കുകയുണ്ടായത്. ഇനി ആരെങ്കിലും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് പ്രണമിക്കുന്നവരാകാൻ അവരുടെ കിബർ അവർക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ, അവരുടെ അഹന്ത അവരെ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കല് യാതൊരു കിബറും കാണിക്കാതെ തന്നെ അവന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസംഖ്യം ആളുകളുണ്ട്. അവരാരും തന്നെ അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നതിൽ എന്തെങ്കിലും മടുപ്പോ വൈമനസ്യമോ ആലസ്യമോ കാണിക്കുന്നവരല്ല. ഇക്കാര്യമാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 39-ാമത്തെ ആയത്ത് നോക്കുക. വമിൻ ആയാത്തിഹി, അവന്റെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അന്നക തറൽ അർള ഖാശിഅതൻ, പ്രവാചകരെ താങ്കൾ ഭൂമിയെ നിസ്തേജമായി കാണുന്നു എന്നത്. ഭൂമിയെ അതിന്റെ ജീവൽ ചൈതന്യം പ്രകടമല്ലാത്ത വിധത്തില്, അത് വറ്റി വരണ്ട് ഉണങ്ങി വരണ്ട് ജീവന്റെ തുടിപ്പോ സാന്നിധ്യമോ ഇല്ലാത്ത വിധത്തില് ഭൂമിയെ ഖാശിഅത്തായിട്ട് എല്ലാം കെട്ടടങ്ങിയ വിധത്തില് താങ്കൾ കാണുന്നു. ആരും കാണാം, മനുഷ്യർ ഇത് വായിക്കുന്ന ആരും ഭൂമിയുടെ ചില പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു എന്ന, ജീവന്റെ തുടിപ്പോ ത്രസിപ്പോ ഒന്നും ഇല്ലാത്ത വിധത്തില് ചലനമില്ലാതെയായി, നിർജീവമായി, അതുപോലെ നിസ്തേജമായി കിടക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഭൂമി ചത്തുകിടക്കുന്നു എന്ന് പറയാൻ നമുക്ക് നമ്മൾ പ്രേരിതരാവുന്ന വിധത്തിലുള്ള ഒരവസ്ഥ. പച്ചപ്പില്ല, ചെടികളില്ല, അതുപോലെ ശലഭങ്ങളില്ല, ചെറിയ ചെറിയ ജീവജാലങ്ങൾ അവിടെ ചലിക്കുന്നതായിട്ട് കാണാനില്ല. ജീവന്റെ തുടിപ്പിന്റെ യാതൊരു അടയാളവും ഇല്ലാത്ത വിധത്തില് ഭൂമി നിസ്തേജമായി അല്ലെങ്കിൽ നിർജീവമായി, അതിന്റെ ചൈതന്യവും അതിന്റെ ആകർഷണീയതയും ഒക്കെ ഇല്ലാതായി കെട്ടടങ്ങിയ പോലെ, അങ്ങനെയാണ് ഈ പദം നൽകുന്ന സൂചന. ഖാശിഅത്ത് എന്ന് പറഞ്ഞാല് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും വിനയാന്വിതരായി വന്നു നിൽക്കുന്ന, അവനോട് ആ എളിമ കാണിച്ചുകൊണ്ട് നമ്മളുടെ സകല അവയവങ്ങളെയും ഒതുക്കി നിർത്തി നമ്മൾ പത്തിമടക്കി വന്ന് നിൽക്കുന്ന ആ നൃത്തത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. അതുപോലെ അന്ത്യനാളിനോടനുബന്ധിച്ച് എല്ലാം ചലനം ഇല്ലാതായി അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം അടങ്ങുന്ന, ഒരടക്കം പ്രാപിക്കുന്നതിന് ഖശഅത്ത് എന്ന് ഉപയോഗിക്കുന്ന കാണാം. ഇവിടെ ഖാശിഅത്ത് എന്ന വാക്ക് അതിൽ ഈ പദങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അതിന്റെ വേറെ രൂപമാണ് ഖാശിഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭൂമി ഖാശിഅത്തായിട്ട് താങ്കൾക്ക് കാണാനിട വന്നേക്കും. ഖാശിഅത്ത് എന്ന് പറഞ്ഞാല് ജീവന്റെ തുടിപ്പും ചൈതന്യവും ത്രസിപ്പും ഒന്നുമില്ലാത്ത വിധത്തില് ഭൂമി നിർജീവമായ, അല്ലെങ്കിൽ ഭൂമി മൃതപ്രായമായ അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നത്. അവിടെ ചെടികളില്ല, മരങ്ങളില്ല, ചെറിയ ചെറിയ ജീവജാലങ്ങളുടെ ചലനമോ തുടിപ്പോ ഒന്നും അനുഭവപ്പെടുന്നില്ല, ജലസാന്നിധ്യവുമില്ല, നിർജലീകൃതമായ അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അതിന്റെ ഒതുങ്ങിപ്പോയ ഒരു അവസ്ഥ ഭൂമിയുടേത് താങ്കൾ കാണുന്നുണ്ടാവും. അത് ഭൂമിയുടെ ഒരു തരം മൃതാവസ്ഥയാണ്. എന്നിട്ടോ ഫൈദാ അൻസൽനാ അലൈഹൽ മാ, എന്നിട്ട് അങ്ങനെയുള്ള ഒരു ഭൂപ്രതലത്തില് അങ്ങനെയുള്ള ഒരു ഭൂതലത്തില് നാം മഴ ഇറക്കുന്നു.
മഴ വർഷിപ്പിക്കുന്നു. അപ്പോഴോ എന്താ ഉണ്ടാവണത്? ഇഹ്തസ്സത്ത്, ഭൂമി അതാ തുടികൊട്ടുന്നു. വറബത്ത്, അവിടെ വളർച്ച വളരെ ദ്രുതഗതിയിൽ തന്നെ സംഭവിക്കുന്നു. അപ്പോ നിസ്തേജമായി കിടന്നിരുന്ന നിർവീര്യവും നിർജീവവും മൃതപ്രായവും ഒക്കെയായി കിടന്നിരുന്ന ഭൂമി, അതിന്റെ മേൽ നാം മഴ വർഷിക്കുന്നു. അപ്പോ കാണുന്നത് അവിടെ ഒരു ത്രസിപ്പും തുടിപ്പും ചലനവും ഒക്കെ ഉള്ളതാണ്. ഇഹ്തസ്സ എന്ന് പറഞ്ഞാൽ ഒന്ന് തട്ടിക്കുടഞ്ഞ് എണീക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. നമുക്ക് ഈ മഴ പെയ്താൽ ഭൂതലത്തിലുള്ള ചെടികളുടെ ഒരു പ്രതികരണമുണ്ട്. അത് നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. ഭയങ്കര ത്രസിപ്പും തുടിപ്പും ഒരു വല്ലാതെ ഭയങ്കര വികാര വിക്ഷുബ്ധത ചെടികൾ കാണിക്കുന്ന പോലെ നമുക്ക് അതിന്റെ ഒരു ശരീരഭാഷയിൽ നിന്ന് അങ്ങനെ കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഭൂതലത്തിലെ ചെടികള് അതുപോലെ ജീവജാലങ്ങളിൽ നിന്നും അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവും. അപ്പൊ അതൊരു വല്ലാത്തൊരു തുടികൊട്ടലാണ്. അപ്പൊ അങ്ങനെ ഭൂമി ഇഹ്തസ്സത്ത് വറബത്ത്, ഇഹ്തസ്സത്ത് എന്നുള്ളത് ആ മഴത്തുള്ളികൾ ഭൂമിയിൽ വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രതികരണത്തെ നമുക്ക് ആ നിലക്ക് മനസ്സിലാക്കാം. അതിനെ തുടർന്ന് പിന്നെ നമ്മൾ നോക്കി നിൽക്കെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള വളർച്ചയാണ് കാണുന്നത്. പുലർന്നതിന് ശേഷം നോക്കിയാൽ ചെടികളിലും മരങ്ങളിലും ഒക്കെ പുതിയ നാമ്പുകളും ശിഖരങ്ങളും ഒക്കെ കണ്ടുവന്ന് പെട്ടെന്ന് അതിന്റെ ജീവന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് അവിടെ പ്രകടാകുക. പൂർണ്ണമായിട്ടും മൃതപ്രായമായി കിടന്നിരുന്ന നിർജീവമായി കിടന്നിരുന്ന ഭൂതലങ്ങളാണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ ഒരു രാത്രി കൊണ്ട് തന്നെ ചെടികളൊക്കെ അങ്ങ് മുളച്ചു പൊന്തിയതായിട്ട്, എന്നിട്ട് വളരെ ആകർഷകമായ ഒരു കാഴ്ച നമുക്ക് തരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ മഴ വർഷിക്കുക വഴി നാം മൃതപ്രായമായി കിടന്ന ഭൂതലത്തിനെ ഇഹ്തസ്സത്ത് വറബത്ത്, തുടികൊട്ടുന്നതും അതുപോലെ പെട്ടെന്ന് വളരെ വേഗത്തില് വളർച്ച കൈവരിക്കുന്നതുമായിട്ട് കാണാം. ഇത് ഒരു നിത്യകാഴ്ചയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെയുള്ള അനുഭവങ്ങള് നമ്മളുടെ നിരീക്ഷണത്തിൽ വരുന്നുണ്ട്. മഴക്കാലം ആവണമെന്നില്ല, അപ്രതീക്ഷിതമായ ഒരു മഴ ഉണ്ടായാൽ തന്നെയും ഇങ്ങനെയൊക്കെയുള്ള റെസ്പോൺസസ് ഭൂതലത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഉണങ്ങിക്കിടക്കുന്ന ഒരു പ്രതലത്തെ അങ്ങനെ ദിനേന നനച്ചു കൊടുത്തുകൊണ്ടിരുന്നാല് കാണാം അവിടെ കിളിർത്തു വരുന്നു ചെടികളൊക്കെ. ആരാണ് വിത്തുകളൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിരുന്നതെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിന് അള്ളാന്റെ ഒരു സംവിധാനമുണ്ട്. എന്തായാലും അവിടെ ഇഹ്തസ്സത്ത് വറബത്ത് എന്നത് പ്രായോഗികമായി സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഇതൊരു വലിയ കൗതുകം അടങ്ങിയ ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ദൈവിക പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഈ നിർജീവതയിൽ നിന്ന് ജീവന്റെ തുടികൊട്ടല് ഉണ്ടായി വരുന്നു എന്നത്. വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ഞാനോ നിങ്ങളോ ഇടപെട്ടുകൊണ്ടുണ്ടായതല്ല അതൊന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്ര ലോകത്തെ പ്രതിഭകള് ഉണ്ടാക്കിയെടുത്തതും അല്ല. ഈ പ്രപഞ്ച സംവിധാനത്തില് നമ്മളിത് നിരന്തരം നടക്കുന്നത് കാണുകയാണ്. ആരാണ് ഈ നിർജീവമായി കിടന്ന ഭൂതലത്തിൽ നിന്ന് ജീവന്റെ തുടിപ്പ് ഉണ്ടാക്കിയത്, ജീവന്റെ ത്രസിപ്പ് ഉണ്ടാക്കിയത്? ഇതാണ് ഒരു ചോദ്യം. അള്ളാഹു അതിന് ആ ചോദ്യം ഉന്നയിക്കാൻ ഒരു സ്പേസ് വേണ്ടതില്ലാത്ത വിധത്തില് ഒരു ഉത്തരമായിട്ട് തന്നെയാണ് അതിവിടെ പറയുന്നത്. അള്ളാഹുവാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നത് സൂചിപ്പിക്കുന്ന വിധത്തിലാണ്. ഭൂമിയെ നിർജീവമായി നിസ്തേജമായി അതുപോലെ ചൈതന്യമറ്റ ഒരവസ്ഥയില് താങ്കള് കാണുകയാണ്. അതിനെ തുടർന്ന് നാം അവിടെ മഴ വർഷിപ്പിക്കുമ്പോൾ അത് തുടികൊട്ടി വരുന്നു, അതിവേഗത്തിലുള്ള വളർച്ച കൈവരിക്കുന്നു. ഭൂമിയുടെ പ്രതലത്തില്
ഉണ്ടാവുന്നതൊക്കെയും തന്നെ. ഇന്നല്ലദീ അഹ്യാഹ, എന്നിട്ട് അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. ഇത് അള്ളാഹുവിന്റെ ആയത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മഹാപ്രതിഭാസമാണ്. നമ്മൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനനുസരിച്ച്, അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ബേസ് എങ്ങനെ ബ്രോഡ് ആയിക്കൊണ്ടേയിരിക്കും. വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള അർത്ഥ സൂചനകളുടെ ഒരു പ്രതലം അവിടെ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏത് ആയത്തുകളുടെയും കാര്യം അതാണ്. അത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളായാലും ദൈവിക വെളിപ്പാടുകളുടെ അടങ്ങിയിട്ടുള്ള ആയത്തുകളായാലും അതിന്റെ അർത്ഥസാധ്യത നമ്മൾ കൂടുതൽ കൂടുതൽ തദബ്ബറു ചെയ്യുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വരുന്നതും വികസിച്ചു വരുന്നതും ഒക്കെ കാണാൻ കഴിയും. അപ്പൊ എന്നിട്ട് അള്ളാഹു ഇതിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീ അഹ്യാഹ, നിശ്ചയമായിട്ടും ഭൂമിയെ ഈ വിധത്തിൽ ജീവന്റെ ത്രസിപ്പുള്ളതാക്കി മാറ്റിയവൻ അത് അള്ളാഹുവാണ്. ഭൂമിയെ ആ വിധത്തില് ജീവന്റെ ചൈതന്യം പുൽകിയ അവസ്ഥയിൽ അതിനെ മാറ്റിയിട്ടുള്ളത് അള്ളാഹുവാണ്. അങ്ങനെ ചെയ്ത ആ അള്ളാഹു ജീവനെ ഭൂതലത്തില് ജീവന്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള അവൻ ആരാണോ ആ അള്ളാഹുവാണ്. ലമുഹിയിൽ മൗത്ത, എന്നിട്ട് പറയണം ലമുഹിയിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. അവൻ തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. ആർക്കാണ് ഇനി മരിച്ചവരെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും എന്ന കാര്യത്തില് തെളിവ് ആവശ്യമുള്ളത്? ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഒന്ന് നിരീക്ഷിക്കൂ. മഴ വർഷിപ്പിക്കപ്പെടുന്നു, അവിടെ ജീവൻ തുടികൊട്ടി വരുന്നു. ഇതാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന്റെ ഉപമയായിട്ട് അള്ളാഹു ഇവിടെയും വേറെ പലയിടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും ഭൂമിയെ ഈ മരിച്ച അവസ്ഥയിൽ, ഈ മൃതമായ അവസ്ഥയിൽ അതിനെ ജീവനുള്ളതാക്കി മാറ്റിയവൻ ആരാണോ അവനാണ് ലമുഹിയിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മൊഹിയ് എന്നത് വളരെ സൗകുമാര്യമുള്ള ഒരു പദമാണ്. നമ്മളതിനെ ചിലപ്പോ ചില പേരുകളിലൊക്കെ വളരെ വക്രീകരിച്ചൊക്കെ ആക്കിയിട്ടുണ്ടാകും. മൊഹിയുദ്ദീൻ എന്ന അതീവ സുന്ദരമായ ഒരു പേര് നമുക്ക് മൊയ്തീനും അതുപോലെയുള്ളതൊക്കെ ആയിട്ടുണ്ടാകും. മൊഹിയ് എന്ന് പറഞ്ഞ ജീവിപ്പിക്കുന്നവൻ എന്നാണ്. ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ. ദീന്, ദൈവിക ജീവിത സരണി ദുർബലമായി അല്ലെങ്കിൽ നിഷ്പ്രഭമായി ഒക്കെ മാറിയ സന്ദർഭത്തില് അതിനെ വീണ്ടും ജീവസ്വറ്റതാക്കുന്ന വിധത്തിലുള്ള വലിയ പ്രയത്നങ്ങൾ ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായി മൊഹിയുദ്ദീൻ എന്ന് പറയുക. അത് മൊഹിയാണ്. മൊഹിയുദ്ദീൻ, മൊഹി. ഇവിടെ അള്ളാഹുവിന്റെ പേരാണത് യഥാർത്ഥത്തിൽ. ആരാണോ ഭൂതലത്തിനെ ജീവനുള്ളതാക്കി മാറ്റുന്നത് അവൻ തന്നെയാണ് ലമൊഹിയിൽ മൗത്ത എന്നാണ് ഇവിടെ പറയുന്നത്. അവനാണ് മൊഹിയുൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. അപ്പൊ ഇനി ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ജഡം, ഒരു ശരീരം, അത് ജീവനുള്ളതാക്കി മാറ്റാൻ കഴിയുന്നവനാണ് അള്ളാഹു. അത് ആർക്കെങ്കിലും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ മൃതമായി കിടക്കുന്ന ഭൂതലത്തിനെ ഒന്ന് നിരീക്ഷിക്കൂ. മഴ പെയ്ത് അവിടെ ജീവന്റെ തുടിപ്പും അതുപോലെ പച്ചപ്പും ഒക്കെ ഉണ്ടായി വരുന്നതും അത് വളരെ സജീവമായ ഒരിടമായി മാറുന്നതും അവർക്ക് കാണാമല്ലോ. അതേപോലെ തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കലും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരേ പ്രക്രിയയാണ്. രണ്ടും ഒരേപോലെ എളുപ്പമുള്ള കാര്യങ്ങളുമാണ്. ലമുഹിയിൽ മൗത്ത. നമ്മൾ പലപ്പോഴും കാർഷിക രംഗത്തുള്ള ആളുകൾ പലപ്പോഴും അതിലെ പല ഇടപെടലുകളും നടത്തിക്കൊണ്ട് ഈ പ്രക്രിയയിൽ ഭാഗവാക്കുകളാകുന്നുണ്ടാവും.
പക്ഷെ ഒരിക്കലും തന്നെ ഒരു വിത്തിനെ മുളപ്പിക്കുന്നത് കർഷകനല്ല. വിത്തിനെ മുളപ്പിക്കുന്നത് രാസവളമോ അല്ലെങ്കിൽ ശാസ്ത്രമോ ഒന്നുമല്ല. വിത്തിനെ മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്. വിത്ത് വിത്തായി തന്നെ കിടക്കുമ്പോ അതിന് നിർജീവത എന്നാണ് പറയാ. ഒരു കോഴിമുട്ട പോലെ അത് നിർജീവത ഉള്ള അവസ്ഥയാണ്. അത് വിരിഞ്ഞു വരുമ്പോ അല്ലെങ്കിൽ വിത്ത് മുളച്ചു പൊങ്ങുമ്പോ ആണ് അതിന് ജീവന്റെ ആക്ടിവേഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെയുള്ള വളരെ ലളിതമായ നിസ്സാരമായ ഒരു സംഗതിയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേ ദൈവം തന്നെയാണ്, ഒരേ ശക്തി തന്നെയാണ് ചെയ്യുന്നത്. ലമുഹിയിൽ മൗത്ത. അപ്പൊ ഈ പദം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ്. ആരും അതൊരു കറപ്റ്റഡ് ആക്കിയ ഒരു വക്രീകരിച്ച ഒരു പദമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. മുഹി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ജീവിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ചില ആളുകൾ അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ചില ദൗത്യങ്ങളൊക്കെ നിർവഹിക്കും ജീവിതകാലത്ത്. അത്തരം ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു പദമാണ് മുഹിയുദ്ദീൻ എന്നത്. അപ്പോ ഇന്നല്ലദീ അഹ്യ അഹാല മുഹിയിൽ മൗത്ത ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുഹിയിൽ മൗത്തായിൽ പരിമിതമാവുന്നില്ല അള്ളാഹുവിന്റെ സാധ്യതകൾ. തീർച്ചയായിട്ടും ഭൂതലത്തെ ജീവനുള്ളതാക്കി മാറ്റിയ അതേ അള്ളാഹു തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതും. അതിനു പുറമെ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എന്തിനും കഴിവുള്ളവനാണ്. അത് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നതിൽ പരിമിതമാണ് എന്ന് ആരും കരുതേണ്ടതില്ല. അതിനേക്കാളൊക്കെ വിസ്മയകരമായ ഒരുപാട് കാര്യങ്ങൾ അവൻ നിത്യേന തന്നെ നിർവഹിക്കുന്നുണ്ട്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നാണ് തുടർന്ന് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ ആശയം വിശുദ്ധ ഖുർആനില് വേറെയും പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ നഹ്ലില്, അതുപോലെ സൂറത്തുൽ ഹജ്ജ്, അതുപോലെ സൂറത്തുൽ റൂം, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിർ തുടങ്ങിയിട്ടുള്ള സൂറത്തുകളില് ചില ആയത്തുകൾ ഇതേ ആശയം പകർന്നു തരുന്നത് കാണാം. സൂറത്തുൽ നഹ്ലില് വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ എന്ന് കാണാം. 65-ാമത്തെ ആയത്താണ്. അള്ളാഹുവാണ് ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുകയും എന്നിട്ട് ഭൂമിയെ ജീവസറ്റതാക്കി മാറ്റുകയും അതിന്റെ മൃതാവസ്ഥയ്ക്ക് ശേഷം ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. ഈ ഒരു സംഗതിയിൽ ഒരു അതിവിസ്മയകരമായ ദൈവിക പ്രതിഭാസം, ഒരായത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കേട്ട് മനസ്സിലാക്കാൻ സന്നദ്ധതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദൈവിക പ്രതിഭാസമാണ്. ഇതാണ് സൂറത്തുൽ നഹ്ലിലെ വാചകം. സൂറത്തുൽ ഹജ്ജില് ഒരായത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാം. വതറൽ അർള ഹാമിദതൻ, ഭൂമിയെ ബാരനായിട്ട് ഊഷരമായിട്ട് നീ കാണുന്നു. ഫൈദ അൻസൽന അലൈഹൽ മാഅ, നാം അവിടെ ജലം ഇറക്കുന്നതോടെ അത് ഇഹ്തസ്സത്ത് വറബത്ത്, ഇതേ പദങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് തുടികൊട്ടി വളർച്ച നേടി, അതുപോലെ വമ്പത്തത്ത്, നല്ല കരുത്ത് ഉണ്ടായിക്കൊണ്ട് ചെടികളും നാമ്പുകളൊക്കെ വളർന്നു വരുന്നു. മിൻകുല്ലി സൗജിൻ ബഹീജ്, അത്യത്ഭുതകരമായ ധാരാളം ആകർഷകമായ ഇണകളാണ് അവിടെ വളർന്നു വരുന്നത്, രൂപപ്പെട്ടു വരുന്നത്, കാണുന്നത്. അത് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമായിട്ട് പറയുകയാണ്. സസ്യലോകത്തും ജൈവലോകത്തും ഒക്കെ തന്നെ ഇണകൾ എന്ന പ്രതിഭാസമുണ്ട്. മഴ വർഷിക്കുന്നതിനെ തുടർന്ന് ഈ ജീവൻ കിളിർത്തു വരുന്ന പ്രക്രിയയിൽ അത് ജീവികളുടെ കാര്യത്തിലായാലും സസ്യങ്ങളുടെ കാര്യത്തിലായാലും ഇണകൾ അവിടെ രൂപപ്പെട്ടു വരുന്ന, അതും വളരെ ആകർഷകമായ ഇണകൾ രൂപപ്പെട്ടു വരുന്നത് കാണാം എന്നാണ് പറയുന്നത്. അതുപോലെ അതിന്റെ തുടർച്ചയായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത്
ഹുവൽ ഹഖ് വഅന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശം കാണാം. വഅന്ന സഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളില് കുഴിമാടങ്ങളിൽ മറമാടപ്പെട്ടവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടും ഇവിടെ സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നതാണ്. അതുപോലെ സൂറത്തുൽ റൂമിൽ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മൃതാവസ്ഥയിൽ നിന്ന് ജീവനെ പുറത്തു കൊണ്ടുവരുന്നവൻ അള്ളാഹു ആകുന്നു. യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവിക്കുന്ന അവസ്ഥയിൽ ഉള്ളവരിൽ നിന്ന് മൃത അവസ്ഥ കൊണ്ടുവരുന്നതും അവനാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചവരെ മൃതദേഹങ്ങളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അവരെ മരിപ്പിക്കുന്ന കാര്യം ചെയ്യുന്നതും അള്ളാഹു തന്നെയാണ്. വയുഹിൽ അർള ബഅദ മൗതിഹ, ഭൂമിയുടെ മൃതാവസ്ഥയ്ക്ക് ശേഷം അതിനെ ജീവിപ്പിക്കുന്നതും അവനാണ്. ഇതിനൊക്കെ ഇവിടൊക്കെ തന്നെ അള്ളാഹു ഭൂമിയുടെ മരണം എന്നാണ് ഈ ജീവന്റെ തുടിപ്പില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെയാണ്. 4-ാമത്തെ മാസം ഗർഭസ്ഥ ശിശുവിൽ ജീവന്റെ തുടിപ്പുണ്ടായി തുടങ്ങുന്നത് വരെ അത് ഒരു മൃതാവസ്ഥയിലായിട്ടാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. ജീവന്റെ റൂഹ് അവിടെ നിക്ഷേപിക്കപ്പെടുന്നതോടുകൂടിയാണ് അത് ജീവനുള്ള ഒരു അസ്തിത്വമായിട്ട് മാറുന്നത്. ഒരു കോഴിമുട്ട അതിന്റെ ആ ജീവൻ വെച്ച് വിരിഞ്ഞ് തുടങ്ങുന്നത് വരെ അത് നിർജീവമായ അവസ്ഥയുടെ ഒരു രൂപത്തിലാണുള്ളത്. അത് ജീവന്റെ തുടിപ്പുണ്ടാകുമ്പോഴാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ ധാന്യങ്ങളും വിത്തുകളും ഒക്കെ തന്നെ. അതിന് മുളച്ച് വളരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ അവിടെ ജീവൻ തുടികൊട്ടും. അതുവരെ നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങി വെച്ച ചേന പോലെ അടുക്കളയിൽ ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് വലിയ ജീവന്റെ സാധ്യതയുള്ളതാണ്. പക്ഷെ അത് ആ സമയത്ത് ജീവനുള്ളതല്ല, അതാണ് മൃതാവസ്ഥയിലാണ്. ഈ രീതിയിൽ പ്രപഞ്ചത്തിലെ ഈ സസ്യലോകത്തും ജൈവലോകത്തുമായുള്ള സകലതിനെയും ഭൂമിയെ പോലും അള്ളാഹു അങ്ങനെയാണ് വിവരിക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു സൂറത്തുർ റൂമിലെ 19-ാമത്തെ ആയത്തിൽ പറയുന്നത് വകദാലിക തുഖ്റജൂൻ, ഈ വിധത്തിലാണ് നിങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചു മറമാടപ്പെട്ടതിന് ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നില് അല്ലെങ്കിൽ ഭൂതലത്തിൽ ഹാജരാക്കുന്ന ഒരു കാര്യം അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇതുപോലെയൊക്കെ തന്നെ ഉള്ളൂ എന്നും കൂടി അതിനെ മനസ്സിലാക്കാം. ഇതുപോലെയാണ് എന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ മറമാടപ്പെട്ട ആളുകളെ വീണ്ടും വെളുക്കി കൊണ്ടുവരിക എന്നത്. അപ്പൊ ഈ കാര്യമാണ്, വലിയ സാദൃശ്യമാണ് ഇവ തമ്മിലുള്ളത് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോ പുനരുത്ഥാനം എന്നത് വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന വിധത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ചില ഉദാഹരണങ്ങളാണ്, ചില സദൃശ്യ തലങ്ങളാണ് അള്ളാഹു ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ആയത്തിൽ നൽകുന്ന സൂചന. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.